ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു ചെറിയൊരു വ്ളോഗാണ്. മുന്നേ ഞാൻ വയനാട്ടിലേക്ക് പോകുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ളൊരു വീഡിയോ ആണിത്. അന്ന് ശനിയാഴ്ച രാത്രി വരെ ഉള്ളതായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ ഞായറാഴ്ച രാവിലെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പം മുതലുള്ള വീഡിയോ ആണ് ഇത്. അപ്പോൾ ഏകദേശം ഇപ്പോൾ സമയം ഒരു 8 മണിയായിട്ടുണ്ടാകും. ഇപ്പം മുതലുള്ളതാണ് ഞാൻ ഈ ഒരു വ്ളോഗിൽ എടുത്തത്, ഞങ്ങൾ ഇറങ്ങിയത് മുതലുള്ള. കാരണം എന്താ വെച്ചാൽ 8 മണിയാകുമ്പോഴേക്കും ഞങ്ങളോട് റെഡിയായി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം രാവിലെ തന്നെ എണീച്ച് പിന്നെ മക്കളെ കാര്യങ്ങളൊക്കെ നോക്കി അവരെ പുറപ്പെടിയിച്ച് എനിക്ക് പുറപ്പെടണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഒരു മേക്കപ്പൊക്കെ ഇടുന്ന ഒരു റീലും കൂടി എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി നടക്കൂലല്ലോ, അതുകൊണ്ട് ഞാൻ ഇറങ്ങിയത് മുതലുള്ളതാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഈ വീഡിയോ ഇങ്ങനെ എടുത്തിട്ടോ അല്ലെങ്കിൽ വ്ളോഗിങ് ഇങ്ങനെ ചെയ്തിട്ടൊന്നും വലിയ പരിചയമൊന്നുമില്ല. ഞാനിതിപ്പോൾ ചെയ്തു വരുന്നേ ഉള്ളൂ. ഞാൻ ഒരുപാട് ഇഷ്ടത്തോട് ചെയ്യുന്നൊരു കാര്യം കൂടിയാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ എഡിറ്റിങ്ങിലായാലും വോയിസ് ഓവർ കൊടുക്കുന്നതിലായാലും കുറേയൊക്കെ തെറ്റുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇത് കാണുന്നവരൊക്കെ ഒന്ന് ക്ഷമിക്കണേ. പോകെ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. അപ്പോൾ ഞങ്ങൾ നേരെ ഇറങ്ങിയത് വീട്ടിലേക്കാണെങ്കിലും പക്ഷേ ഞങ്ങൾ വന്നത് ഈ റിസോർട്ടിലേക്കാണ്. അപ്പോൾ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഇവിടെ പണി നടക്കുന്നതുകൊണ്ടായെന്ന് തന്നെ ആരുമില്ല, ഞങ്ങളും പണിക്കാരും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കാം. അതുപോലെ തന്നെ വേണമെങ്കിൽ റീൽസ് എടുക്കുന്നുണ്ടെങ്കിൽ റീൽസ് എടുക്കാം. ആരും ഇല്ലല്ലോ. എന്തെങ്കിലുമൊക്കെ പറയും. മുൻപ് ഞാൻ ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും പിന്നെ വരാനൊക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ പണിയൊന്നും ഫുള്ളായിട്ടില്ലെങ്കിലും ഇവിടെ കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ ഇങ്ങനെ മലയൊക്കെ നല്ല ഭംഗിയിൽ കാണാം. അതുപോലെ തന്നെ അവിടുത്തെ മഞ്ഞിങ്ങനെ കാണാം. പിന്നെ രാവിലെ തന്നെ ആയതുകൊണ്ട് സൂര്യൻ്റെ വെളിച്ചം നല്ലോണം തട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടിയായിട്ട് നല്ലൊരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു, പോസിറ്റീവ് വൈബായിരുന്നു. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ അവിടെ നിന്ന് നോക്കിയാൽ ആ ഒരു സ്ഥലം മൊത്തം കാണാൻ പറ്റും. ഇത് നല്ല പൊക്കത്തിലായതുകൊണ്ട് ആ ഒരു സ്ഥലം മൊത്തം കാണാം. പിന്നെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. രാവിലെ ഇപ്പോൾ ഏകദേശം ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. ഞങ്ങൾ വന്നതും പോകുന്നതൊക്കെ കുറ്റ്യാടി ചുരം വഴി തന്നെയാണ്. ഞങ്ങൾക്ക് അതാണ് എളുപ്പത്തിൽ എത്താൻ പറ്റുന്നതും പോകാൻ പറ്റുന്നതൊക്കെ. അപ്പം ആ വഴി തന്നെയാണ്. അതുപോലെ തന്നെ ഇതിലത്ര തിരക്കൊന്നുമില്ല, കുറേ വണ്ടികളൊന്നും അങ്ങനെ ഇല്ല. ഇങ്ങനെ മെല്ലെ പോയാൽ മതിയല്ലോ. അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറേ ആൾക്കാർ അവിടുന്ന് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളും ഇങ്ങനെ വിചാരിച്ചു അവിടെ എടുക്കണോ എന്നൊക്കെ. പക്ഷെ ഞങ്ങൾ വരുമ്പം കുറച്ച് എടുത്തിട്ടുണ്ട്, പിന്നെ അതിൻ്റെ മുകളിൽ നിന്നും കുറച്ച് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അതൊന്നും എടുത്തില്ല. പക്ഷെ പിന്നെ ഞങ്ങൾക്ക് വിശക്കുന്നുമുണ്ട് കേട്ടോ. രാവിലെ ഒന്നും കഴിച്ചില്ല, രാത്രി നൂഡിൽസ് കഴിച്ച് കിടന്നതല്ലേ. പിന്നെ രാവിലെ ഈ ഒരു മുട്ട പുഴുങ്ങിയതാണ് കഴിച്ചത്. അപ്പോൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം പോവാൻ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയില്ല. പിന്നെ ഈ ചുരം എത്തുമ്പം എനിക്ക് ആദ്യമുള്ളൊരു പ്രശ്നമായിരുന്നു, വോമിറ്റിംഗ് ടെൻഡൻസി ഭയങ്കരമായിരുന്നു ചുരത്തിൻ്റെ അവിടെ നിന്ന്. പക്ഷേ ഇപ്പം അതൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ ഉള്ള പ്രശ്നം വെച്ചാൽ എനിക്ക് ചെവി ഇങ്ങനെ അടഞ്ഞു പോവും ചുരം എത്തുമ്പം, അതേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ഈ ഒരു ഹോട്ടലിൽ കയറി. പക്ഷെ അവിടെ മസാലദോശ ഒന്നും ഇല്ലായിരുന്നു. മസാലദോശ കഴിക്കാനായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് ഞങ്ങൾ പിന്നെയും പോയി പിന്നെ കയറിയത് ഈ ഹോട്ടൽ ഓജസിലായിരുന്നു. അവിടെയും മസാലദോശയൊന്നും ഇല്ല. പക്ഷെ ഇനിയും മസാലദോശ കഴിക്കാനുള്ള അതൊരു ആഗ്രഹത്തിലുള്ള ക്ഷമ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഒരു പൊറോട്ട വാങ്ങി കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇതാ ആദ്യം ഓടുന്നത് മുന്നിലിരിക്കാനാണ്. 2 ആൾക്കും മുന്നിലിരിക്കണം. പക്ഷേ ഞാൻ സമ്മതിച്ചില്ല. നിങ്ങൾക്ക് 2 ആൾക്കും ഉറങ്ങണമെങ്കിൽ ബാക്കിലിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവരെ ബാക്കിലിരുത്തി. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി. പിന്നെ ഉള്ളതൊന്നും ഞാൻ എടുത്തില്ല. വീട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഇവിടെ ബിരിയാണിയൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് അത് കഴിക്കുകയാണ്. TV ഒക്കെ കണ്ടിട്ട് വന്നപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ.